നമുക്കൊപ്പം ഇപ്പോൾ വയനാട്ടിലെ LDF സ്ഥാനാർത്ഥിയും മുതിർന്ന CPI നേതാവുമായ ശ്രീമതി ആനി രാജ തത്സമയം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് ശ്രീമതി ആനി രാജ. ഗുഡ് ഈവനിങ്. ഒരു തിരുത്തുണ്ട്, സ്ഥാനാർത്ഥിയല്ല സ്ഥാനാർത്ഥി ആയിരുന്ന എന്നൊക്കെ. അതെ അതെ ആയിരുന്ന അതെ. അപ്പോൾ ശ്രീമതി ആനി രാജ, ഈ രാഹുൽ ഗാന്ധി വയനാട് ഒഴിയാനുള്ള ആലോചനകൾ നടക്കുമ്പോൾ തന്നെ താങ്കൾ പറഞ്ഞതാണ് ഇത് ജനങ്ങളോടുള്ള വയനാടുകാരോടുള്ള അനീതിയാണ്. ഇപ്പോൾ അത് കൺഫേം ആയിരിക്കുന്നു. ലോക്സഭാ സ്പീക്കറെ അടക്കം കാര്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. വരുന്നത് അനുജത്തി പ്രിയങ്ക ഗാന്ധിയാണ്. അപ്പോൾ വയനാട് മത്സരിക്കുമ്പോൾ തന്നെ റായ്ബറേലിയിൽ മത്സരിക്കാനുള്ള തീരുമാനമെടുത്തെങ്കിലും അത് മറച്ചു വെച്ചാണ് ആദ്യം മത്സരിക്കുന്നത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ജയിച്ചതിന് ശേഷം വയനാട് ഒഴിയുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് വയനാട്ടുകാർ മനസ്സിലാക്കിയെടുക്കേണ്ടത്? അല്ല, ഇതിൽ ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഒരു വയനാട്ടിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വലിയ ഒരു ഭൂരിപക്ഷത്തിന് അദ്ദേഹത്തെ വിജയിപ്പിച്ച് വിട്ട ഒരു മണ്ഡലം കൂടിയാണ് വയനാട് ലോക്സഭാ മണ്ഡലം. ആ മണ്ഡലത്തിലെ ജനങ്ങളോട് അവരുടെ മുന്നിലേക്ക് വീണ്ടും സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അവരോട് തനിക്ക് ഇങ്ങനെ ഒരു പദ്ധതി കൂടി ഉണ്ട്, മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കാൻ ആലോചിക്കുന്നു എന്നുള്ള കാര്യം, തീരുമാനമെടുത്തില്ലെങ്കിലും വേണ്ട, പക്ഷെ ഞാൻ ആലോചിക്കുന്നു എന്നുള്ള കാര്യം മണ്ഡലത്തിലെ വോട്ടർമാരോട് പറയേണ്ടതായിരുന്നു, അവരെ അറിയിക്കേണ്ടതായിരുന്നു എന്നുള്ളിടത്ത്. അത് തന്നെയാണ് ഇന്നും എൻ്റെ നിലപാട്. അങ്ങനെ അറിയിക്കാത്തത് തീർച്ചയായിട്ടും ഒരു അനീതിയാണ് ആ മണ്ഡലത്തിലെ വോട്ടർമാരോട് ചെയ്തത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് പറയുമ്പോഴും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ അവിടെ സ്ഥാനാർത്ഥിയായി UDF നേതൃത്വം നൽകുന്ന കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ 76 വർഷമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടെങ്കിലും ഇന്ത്യൻ പാർലമെൻറ്റിൽ സ്ത്രീകളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് വെറും 14% കഴിഞ്ഞ ലോക്സഭയിൽ. ഈ തെരഞ്ഞെടുപ്പോടെ ഒരു ഭാഗത്ത് വിമൻ ലെഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുകയും സ്ത്രീകളുടെ പേരിൽ ഒരുപാട് പദ്ധതികളും സ്കീമുകളും പ്രഖ്യാപിക്കുകയും അതുപോലെ തന്നെ പല ഇടങ്ങളിലും സ്ത്രീകളെ ഐസ്ക്രീമിന് മേലെ ചെറി വെക്കുന്നത് പോലെ ഉള്ള ഒരു കെട്ടുകാഴ്ചയായി സ്ത്രീകളെ കൊണ്ടുവരികയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിലും ആ 14% എന്നുള്ളതിൽ നിന്ന് 13% ഇന്ത്യൻ പാർലമെൻറ്റിലെ സ്ത്രീ സാന്നിധ്യം കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു രാഷ്ട്രീയ വിഷയമാണ്. ഞാൻ അതിലേക്കല്ല കടക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ UDFിൻ്റെ നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ഇങ്ങനെ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ ബൈ ഇലക്ഷനിൽ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു വനിത മത്സര രംഗത്തുണ്ടാകുക എന്നുള്ളത്. എന്നാൽ അതേ സമയത്ത് രാഹുൽ ഗാന്ധിയോട് ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ശ്രീമതി പ്രിയങ്കയോടും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയോടും ചോദിക്കുവാനുമുള്ളത്. ശ്രീമതി ആനി രാജ, LDF സ്ഥാനാർത്ഥി ആയിരുന്ന എന്ന് തിരുത്തിയതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നില്ല എന്നത് കൂടിയാണ്. അങ്ങനെയാണോ, അതോ പാർട്ടി പറഞ്ഞാൽ വീണ്ടും രംഗത്തിറങ്ങുമോ വയനാട്ടിൽ? അല്ല, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരി അങ്ങനെ വ്യക്തിപരമായ തീരുമാനങ്ങളല്ല എടുക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരി എന്ന നിലയിൽ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയേണ്ട പാർട്ടി ഫോറത്തിൽ ഞാൻ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പാർട്ടി വളരെ വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അങ്ങനെ കളക്റ്റീവായിട്ടൊരു തീരുമാനമെടുക്കുകയുമാണ് ചെയ്യുക. അതാണ് ഞങ്ങളുടെ രീതി. ആ രീതിക്കനുസരിച്ച് ഇനി വരുന്ന നാളുകളിൽ സമയമുണ്ടല്ലോ, വരും നാളുകളിൽ അക്കാര്യങ്ങൾ പാർട്ടി ഘടകങ്ങൾ, പാർട്ടി ലീഡർഷിപ്പ് അക്കാര്യം ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അത് ഒരു ഗ്രാമാറ്റിക്കലി തെറ്റാണ് പറഞ്ഞത്, അത് ചൂണ്ടിക്കാണിക്കുകയാണ്. അങ്ങനെ താങ്കളത് പറയുമ്പോൾ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നു, ഇവിടെ ഇടതുപക്ഷമോ അല്ലെങ്കിൽ CPIയോ തീരുമാനിച്ചു കഴിഞ്ഞു ആനി രാജയാണ് അവിടെ സ്ഥാനാർത്ഥി എന്നുള്ള ഒരു വ്യാഖ്യാനം അതിൽ വരുമെന്നുള്ളത് കൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ഒരു തിരുത്ത് പറഞ്ഞത്, മറ്റൊന്നുമല്ല.